ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ വിശദവിവരങ്ങൾ നൽകാനായി അർജുൻ കല്യാട്, പ്രവീൺ പുരുഷോത്തമൻ, റഹീസ് റഷീദ്, ഗോകുൽനാഥ്, ഹരിമോഹൻ എന്നിവർ ചേരുന്നു. ശബരിമലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് മന്ത്രി വി.എൻ. വാസവൻ യോഗത്തിൽ പങ്കെടുത്തത്. മണ്ഡലകാലത്തിന്റെ തുടക്കത്തിലുണ്ടായ പാളിച്ചയും സ്വീകരിക്കേണ്ട തുടർ നടപടികളും ചർച്ചയായി. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തർ ആ ദിവസം തന്നെ ശബരിമലയിലെത്തി ദർശനം നടത്തണം. സ്പോട്ട് ബുക്കിംഗ് അതാത് ദിവസത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കും. ഇതിനായി പോലീസ് കോർഡിനേറ്റർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ഉൾപ്പെട്ട 3 അംഗ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അർജുൻ കല്യാട് നൽകും. അർജുൻ, വൃശ്ചികം 2 സംഭവിച്ച പിഴവ് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഒരു പാളിച്ചകളും വരാതെ ഭക്തർക്ക് സുഖകരമായ സംരക്ഷണം ഒരുക്കിക്കൊണ്ടുള്ള ദർശനം അത് അനിവാര്യമാണ്. അത് സർക്കാർ തിരിച്ചറിയുന്നുമുണ്ടല്ലോ അല്ലെ? ഈ അവലോകന യോഗത്തിൽ ഈ സംഭവിച്ച പാളിച്ചകൾ പരിഹരിക്കാൻ ഇനിയുള്ള നല്ല നടപ്പിനായി എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്? പ്രത്യേകിച്ച് ഈ സ്പോട്ട് ബുക്കിംഗിൽ കോടതിയുടെ ഇടപെടൽ, ഈ വെർച്വൽ ബുക്കിംഗിൽ ഉണ്ടായ ചില പ്രതിസന്ധികൾ, ഇതൊക്കെ പരിഹരിക്കാൻ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടോ ഈ അവലോകന യോഗത്തിൽ? റോഷ്നി, തീർച്ചയായിട്ടും സർക്കാരിനും ദേവസ്വം ബോർഡിനും മുന്നിൽ അതികഠിനമായ ഒരു യാത്ര തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതികഠിനമായ ഒരു മലകയറ്റം തന്നെയായിരുന്നു ശബരിമലയിലുള്ള പാളിച്ചകൾ പരിഹരിക്കുക എന്നത്. വൃശ്ചികം 2-ാം തീയതി ശബരിമലയിലേക്ക് എത്തിയ അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന പ്രവാഹം അത് നിയന്ത്രിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു അലംഭാവം അല്ലെങ്കിൽ പാളിച്ച അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തായാലും ശരി, പോലീസിന്റെ ഭാഗത്തായാലും ശരി, അത് സംഭവിച്ചത് ഒരു യാഥാർത്ഥ്യമാണ്. ദേവസ്വം ബോർഡ് അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അത് പറയുമ്പോഴും കൃത്യമായ രീതിയിൽ ഇനി അങ്ങോട്ടേക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനെത്തുന്ന ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാർക്ക് കൃത്യമായ രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള അയ്യപ്പ ദർശനം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ അതിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പഴയ ഭരണസമിതി മാറി പുതിയ ഭരണസമിതി ഏറ്റെടുത്തത് ഈ തീർത്ഥാടനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ്. അതിന്റെ ഇടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നടക്കുന്നത്. മന്ത്രിതലത്തിൽ അവലോകന യോഗം നടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നടത്താൻ വേണ്ടി കഴിയാത്ത ഒരു പശ്ചാത്തലം ഉയർന്നു വരുന്നൊരു സാഹചര്യം. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരം പാളിച്ചകൾക്ക് പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മന്ത്രിക്ക് തന്നെ ഇങ്ങനെ ഒരു അവലോകന യോഗം നടത്തുന്നതിനു വേണ്ടി ഒരു പ്രത്യേക ഇളവ് നൽകിയത്. അത് നൽകുമ്പോൾ കൂടിയും മാധ്യമങ്ങളെ കണ്ട് എന്താണ് നടപടികൾ സ്വീകരിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തതാണ്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കാണാം. അതിലേറ്റവും പ്രധാനമായി ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്ന് പറയുന്നത് 70,000 അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിജപ്പെടുത്തിയതാണ്. അതിനകത്ത് മാറ്റം വരുത്താൻ എന്തായാലും ദേവസ്വം ബോർഡിന് കഴിയുകയില്ല. പിന്നീട് ഏറ്റവും പ്രധാനമായി മാറ്റം വരുത്താൻ വേണ്ടി കഴിയുന്നത് സ്പോട്ട് ബുക്കിംഗ് ആണ്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുറന്ന 5,000 എന്ന സംഖ്യയാക്കി കുറച്ചത്. നേരത്തെ അത് 20,000 ആയിരുന്നു. അതായത് 15,000 സ്വാമിമാർ എത്തുന്നത് ശബരിമലയിൽ ഒറ്റയടിക്ക് ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായി കുറച്ചു. പക്ഷേ അതോടുകൂടി തന്നെ ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമായി. തിരക്ക് നന്നേ കുറഞ്ഞു. സുഗമമായിട്ടുള്ള ദർശനം അയ്യപ്പന്മാർക്കെല്ലാം ലഭിച്ചു. പക്ഷേ അപ്പോഴും ചില ആശങ്കകളൊക്കെ അവിടെ നിലനിന്നിരുന്നു. കാരണം ഒരുപാട് ഭക്തർ ഒരുമിച്ചെത്തിയാൽ 5,000-ന് മുകളിൽ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി അയ്യപ്പന്മാർ എത്തിയാൽ എന്ത് ചെയ്യും? അവരെ മടക്കി അയക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ നടത്തുന്നു. പക്ഷേ മാധ്യമങ്ങളിലൂടെ തന്നെ ദേവസ്വം ബോർഡ് ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർ ഒരുപാട് പേർ ഒരുമിച്ച് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം നടന്നു. പക്ഷേ അതിനകത്ത് ഇന്നെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം, അതത് ഘട്ടങ്ങളിൽ ഓരോ ദിവസത്തെയും സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഒരുപാട് സ്വാമിമാർ സ്പോട്ട് ബുക്കിങ്ങിന് എത്തുകയാണെങ്കിൽ സന്നിധാനത്തെ തിരക്ക് എത്രയാണോ അതിനാനുപാതികമായ രീതിയിൽ തന്നെയുള്ള ഒരു ക്രമീകരണം ഒരു 3 അംഗ സമിതിയെ വെച്ച് ആ സമിതിക്ക് സ്പോട്ട് ബുക്കിംഗ് ഉയർത്തണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് പ്രധാനമായും എടുത്തിരിക്കുന്ന തീരുമാനം. അതായത് ശബരിമലയിലേക്ക് സ്പോട്ട് ബുക്കിങ്ങിനായി അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് ദർശനം നടത്താമെന്ന് കരുതി എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അതാത് ദിവസത്തെ സാഹചര്യം അനുസരിച്ച് മാത്രമായിരിക്കും ശബരിമലയിലേക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഓരോ അയ്യപ്പ ഭക്തനും ആ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ അതേ ദിവസം തന്നെ ഈ പറയുന്ന സന്നിധാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തണം. അതായത് ഇന്നാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്താൻ വേണ്ടി സ്ലോട്ട് ലഭിച്ചത് എങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന സമയത്തിൽ നിന്ന് 6 മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ 16 മണിക്കൂർ ശേഷമോ അതിനിടയിലുള്ള സമയത്ത് കൃത്യമായ രീതിയിൽ സന്നിധാനത്തേക്ക് എത്തണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് നൽകുന്ന നിർദ്ദേശം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസങ്ങൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തന്മാർ അക്കാര്യം വളരെ കർശനമായ രീതിയിൽ തന്നെ പാലിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി ദേവസ്വത്തിന്റെ തീർച്ചയായും ഈ അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാകട്ടെ. ഇത്തരത്തിലൊരു നിയന്ത്രണം അത് വേണ്ടതുണ്ട്. പക്ഷേ ഈ